സ്റ്റുഡൻസ് നമുക്കിനി അടുത്ത് നോക്കേണ്ടത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസറാണ്. അതിന് മുൻപായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഈ വെലോസിറ്റി ട്രയാങ്കിളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്, ആക്സിയൽ ഫ്ലോ എയർ കംപ്രസറിൽ U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U ആണ്. ടാൻജൻഷ്യൽ വെലോസിറ്റി സെയിം ആണ്. അതുപോലെ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് VF1 ഈക്വൽ ടു എന്താണ്, VF2 ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് വർക്ക് ഡണിലേക്ക് പോവാം. വർക്ക് ഡൺ ഓഫ് ആക്സിയൽ ഫ്ലോ കംപ്രസർ, അതായത് നമ്മൾ അക്കോർഡിംഗ് ടു ഓയിലേഴ്സ് ഇക്വേഷൻ ഫോർ ടർബോ മെഷീൻസ് നമുക്കറിയാം വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് ബൈ ആക്സിയൽ ഫ്ലോ എയർ കംപ്രസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം M ഇൻറ്റു VW2 U2 മൈനസ് VW1 എന്ന് എഴുതാം. ഓക്കെ, അക്കോർഡിംഗ് ടു ഓയിലേഴ്സ് ഇക്വേഷൻ ആണ്. ഓയിലർ ഹെഡ് നമ്മൾ പഠിച്ചിട്ടില്ല, ടർബോ മെഷീൻസിനുള്ള ഓയിലർ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണിത്. അത് M ഇൻറ്റു VW2 U2 മൈനസ് VW1 U1. നമ്മളിപ്പോൾ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ചെയ്തിട്ടുണ്ടെങ്കിൽ M ഇൻറ്റു VW2 U2 എന്നാണ് എഴുതി. പെർ കെ ജി ആകുമ്പോൾ മാസ് 1 ആയി. ഇവിടെ എന്താ, വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് ആണ് പറഞ്ഞത്. അപ്പോൾ M ഇൻറ്റു VW2 U2 മൈനസ് VW1 U1 എന്ന് എഴുതാം. ഇനി M എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ആണ്. റോ എ വി എന്നാണ് നമ്മൾ എഴുതിയത്. എ വി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. സോ വി ക്യാൻ റൈറ്റ് റോ Q എന്ന് എഴുതാം. ഇവിടെ റോ 1 Q1 എഴുതിയിട്ടുണ്ട്. റോ 1 Q1 ഈക്വൽ ടു റോ 2 Q2 എന്ന് എഴുതാം. കാരണം എന്താണ്, ഇത് കംപ്രസറാണ്, എയർ ആണ് നമ്മൾ ഡീൽ ചെയ്യണത് അല്ലേ. എയർ എന്ന് പറയുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി വേരി ചെയ്യാം. അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് എയർ അറ്റ് 1 റോ 1 കൊടുക്കണം, അറ്റ് 2 റോ 2 എന്ന് കൊടുക്കും. അത് ഇൻലെറ്റിലുള്ളതിന് 1 ഔട്ട്ലെറ്റിൽ 2 എന്ന് കൊടുക്കണം. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് കംപ്രസർ എന്ന് പറഞ്ഞിട്ട് Q1 ഡിസ്ചാർജ് ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് കംപ്രസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ആക്സിയൽ ഫ്ലോ കംപ്രസറിൽ U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U ആണ്. അതാണ് ബ്ലേഡ് വെലോസിറ്റി, അതായത് ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞല്ലേ, അതിന് തന്നെ പറയണ ഇതാണ് ബ്ലേഡ് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം. കാരണം ഇവിടെ നമ്മൾ M ഇൻറ്റു VW2 U2 മൈനസ് VW1 U1 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൽ U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U ആണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ വർക്ക് ഇൻപുട്ട് എങ്ങനെ എഴുതാം, M ഇൻറ്റു VW2 മൈനസ് V1 U എന്ന് എഴുതി. കാരണം ഇവിടെ U ആയി, ഇവിടെ U കോമൺ ആണ്, അത് പുറത്തെടുത്തു. അപ്പോൾ M ഇൻറ്റു VW2 മൈനസ് VW1 ഈക്വൽ ടു M ഇൻറ്റു VW2 മൈനസ് VW1 ഇൻറ്റു U എന്ന് എഴുതാം. VW1 VW2 എന്ന് പറഞ്ഞാൽ വേൾഡ് കമ്പോണൻ്റ് ആണ് ഓഫ് ആബ്സലൂട്ട് വെലോസിറ്റി ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ്. VW1 ഇൻലെറ്റിൻ്റെ, VW2 ഔട്ട്ലെറ്റിൻ്റെ വേൾഡ് വെലോസിറ്റി. അപ്പോൾ ടോട്ടൽ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ട് നന്നായി ശ്രദ്ധിക്കണം. വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് ആണ്. ഒരു സ്റ്റേജിലുള്ള വർക്ക് ഇൻപുട്ടാണ് പറഞ്ഞത് അല്ലേ. ഒരു സ്റ്റേജിലുള്ള, അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റേജാണ് SR, ഇത് സ്റ്റേറ്ററാണ്, ഇത് റോട്ടറാണ്, ഇതൊരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിലുള്ള വർക്ക് ഇൻപുട്ടാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. ഈ ചിത്രത്തിൽ എത്ര സ്റ്റേജ് ഉണ്ട്, 1 2 3 4 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ 4 സ്റ്റേജിലുള്ള വർക്ക് ഇൻപുട്ട് 4 ഇൻറ്റു എന്നല്ല വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ n നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടെങ്കിലോ, വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് M ഇൻറ്റു VW2 മൈനസ് VW1 U എന്ന് എഴുതി. ടോട്ടൽ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് ആണെങ്കിലോ, അവിടെയുള്ള എത്ര സ്റ്റേജസ് ഉണ്ടോ ആ സ്റ്റേജ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ എന്താണ്, M ഇൻറ്റു VW2 മൈനസ് VW1 ഇൻറ്റു U ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റേജസ്, എത്ര സ്റ്റേജസ് ഉണ്ടോ ആ സ്റ്റേജസിനും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ പെർട്ടിക്കുലർ ആക്സിയൽ ഫ്ലോ കംപ്രസറിൻ്റെ ടോട്ടൽ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആസ് പെർ ഓയിലേഴ്സ് ഇക്വേഷൻ അല്ലേ, ഓയിലർ ഇക്വേഷൻ്റെ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ച വർക്ക് ഡൺ ആണ്, അല്ലെങ്കിൽ വർക്ക് ഇൻപുട്ട് ആണ് അല്ലേ. ടോട്ടൽ വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ വർക്ക് ഡൺ എന്നൊക്കെ പറയാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അക്കോർഡിംഗ് ടു തെർമോഡൈനാമിക് റിലേഷൻ അല്ലേ, തെർമോഡൈനാമിക് റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു വർക്ക് ഇൻപുട്ടിനുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ നമുക്കറിയാം according to thermodynamic relationship total work input per second on the air is given by, നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ എഴുതി അതേ തന്നെയാണ് MCP ΔT വെച്ചിട്ട് എഴുതുന്നത്. ഓക്കെ, വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ്, ടോട്ടൽ വർക്ക് ഇൻപുട്ട് തന്നെയാണ് എഴുതിയിട്ട്. ടോട്ടൽ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം MCP ΔT എന്ന് പറയുമ്പോൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിൽ T02 മൈനസ് T02 മൈനസ് T01, അതായത് T01 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടെമ്പറേച്ചർ ഓർ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ഓഫ് കംപ്രസർ. T02 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടെമ്പറേച്ചർ ഓർ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് കംപ്രസർ. ഓക്കെ, ഇനി the expression for work done may be written in terms of flow velocity, axial velocity and air angles. ഇതിപ്പോൾ തെർമോഡൈനാമിക് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ എഴുതി MCP T02 മൈനസ് T01 എഴുതി. ഇനി
വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷനെ നമുക്ക് ഫ്ലോ വെലോസിറ്റിയുടെ ടൈമിൽ ആക്സിയൽ വെലോസിറ്റിയുടെ ടൈമിലും എയറിൻ്റെ ആംഗിളിൻ്റെ ടൈമിൽ എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ അതിനാണ് നമുക്കിവിടെ ചിത്രം വേണം. ഓക്കെ, നമ്മൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഞാൻ ടാൻ ആൽഫ എടുക്കുകയാണ്. ടാൻ ആൽഫ എടുക്കുമ്പോൾ എന്താ സംഭവിക്കും? ഇവിടെ ആൽഫ ടാൻ എടുക്കുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡാണ്. അത് VW1/VF1. അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് VW1/VF1. ഇതൊന്ന് എനിക്ക് VW1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ VF1 ഇൻറ്റു ടാൻ ആൽഫ അല്ലേ? VW1 = VF1 ഇൻറ്റു ടാൻ ആൽഫ. ക്ലിയർ? അതേപോലെ ഞാൻ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുക്കുകയാണ്. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ടാൻ ബീറ്റ എടുക്കുകയാണ്. ടാൻ ബീറ്റ എടുക്കുമ്പോൾ എന്താ ചെയ്താൽ VW2/VF2 എന്ന് ചെയ്താൽ അതവിടെ ചെയ്തിരിക്കുന്നത് VW2/VF2. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് VW2 = VF2 ഇൻറ്റു ടാൻ ബീറ്റ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മൾ ഫസ്റ്റ് ഇതിൽ വർക്ക് ഇൻപുട്ട് പെർ സ്റ്റേജ് കണ്ടിട്ടുണ്ട്. ഇവിടെ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. M × VW2 U2 - VW1 U1. ദാറ്റ് ക്യാൻ ബി അതിന് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് M × VW2 - VW1 × U എന്ന് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ VW2-നെയും VW1-നെയും എന്തിൻ്റെ ആംഗിളിൻ്റെ ടേമിലേക്ക് ആയിട്ട് നമ്മൾ മാറ്റി എഴുതുകയാണ് അല്ലേ? വെലോസിറ്റി ഓഫ് ഫ്ലോൻ്റെയും ആക്സിയൽ വെലോസിറ്റിയും ആംഗിളിൻ്റെ ഒക്കെ ടൈമിലേക്ക് എഴുതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ VW1 പകരം എന്താണ് VF വെലോസിറ്റി ഓഫ് ഫ്ലോവും ആ ആംഗിളും എയർ ആംഗിൾ, ഇവിടെയും VW2 വെലോസിറ്റി ഓഫ് ഫ്ലോവും ആ എയർ ആംഗിളിൻ്റെ ടൈമിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയ ഇക്വേഷനിൽ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷനിൽ ഈ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് = M × VW2 - VW1 × U എന്ന് പറഞ്ഞ ഇക്വേഷനിൽ VW2-നും VW1-ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? The work input by the axial flow compressor can also be written as work input per second per stage. Per stage equal to എന്ന് പറയുമ്പോൾ M × VW2-ന് പകരം VF2 tan beta minus VW1-ന് പകരം VF1 tan alpha into U. Clear? Then axial flow compressor-ന് നമുക്ക് എന്തറിയാം? VF1 = VF2 = എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞിട്ട്. സോ വി ക്യാൻ റൈറ്റ് VF1 = VF2 = VF എന്ന് എഴുതാം. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ VF ഇവിടെയും VF അല്ല, അത് കോമൺ ആയി. അപ്പോൾ VF നമുക്ക് പുറത്തെടുത്തൂടെ അല്ലേ? അതാണ് എഴുതിയത്. വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ MU, ഇവിടെ VF കോമൺ ആയി, അത് പുറത്തെടുത്തു. അപ്പോൾ VF × ഇവിടെ എന്താണ് ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ എന്ന് എഴുതാം. ഇത് പെർ സ്റ്റേജിലുള്ള വർക്ക് ഇൻപുട്ടാണ്. അതായത് ഈ ആംഗിളിൻ്റെ ബേസിൽ എഴുതിയ ഇക്വേഷൻ അക്കോർഡിംഗ് ടു വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അക്കോർഡിംഗ് ടു വെലോസിറ്റി ട്രയാങ്കിളിൻ്റെ ബേസ് ചെയ്തിട്ട് എഴുതുന്ന വർക്ക് ഇൻപുട്ട്. ഇപ്പോൾ ടോട്ടൽ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് സ്റ്റേജസിന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ MU VF × ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ × നമ്പർ ഓഫ് സ്റ്റേജസ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ 3 വർക്ക് ഇൻപുട്ടിൻ്റെ റിലേഷനാണ് നോക്കിയത്. ഫസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു ദ ഓയിലേഴ്സ് ഇക്വേഷൻ. അതൊന്ന് നോട്ട് ചെയ്തെടുക്കണം നിങ്ങൾ. ഇവിടെ നമ്മൾ പഠിച്ച പെർ സ്റ്റേജിനുള്ള റിലേഷനാണിത്. പെർ സ്റ്റേജിലുള്ള അക്കോർഡിംഗ് ടു ഓയിലർ ഇക്വേഷനിലുള്ള പെർ സ്റ്റേജിലുള്ള ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ഓയിലർ ഇക്വേഷനിൽ ടോട്ടൽ വർക്ക് ഇൻപുട്ട് ദിസ് വൺ. ദെൻ തെർമോഡൈനാമിക് റിലേഷൻ വെച്ചിട്ടുള്ള വർക്ക് ഡൺ കാണാമല്ലോ. വർക്ക് ഇൻപുട്ടിനുള്ള ഇക്വേഷനാണ് MCP × T02 - T01. ദെൻ അക്കോർഡിംഗ് ടു വെലോസിറ്റി ട്രയാങ്കിൾ, അങ്ങനെ തന്നെ പറയണം. വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ടുള്ള വർക്ക് ഇൻപുട്ട് കാണാനുള്ള വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡ് പെർ സ്റ്റേജിൻ്റെ ഉള്ള ഇക്വേഷൻ ഇത്. ടോട്ടൽ വർക്ക് ഇൻപുട്ട് പെർ സെക്കൻഡിലുള്ള ഇക്വേഷൻ ഇത് നോട്ട് ചെയ്തിടുക. ക്ലിയർ? ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ആക്സിൽ ഫ്ലോ എയർ കംപ്രസറിൻ്റെ 10 മാർക്കിന് പറ്റും ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആണ് നമുക്ക് എന്താ പറയുക പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡിഗ്രി ഓഫ് റിയാക്ഷൻ നമ്മളത് അവിടെ പഠിച്ചത് തന്നെയാണ്. പ്രഷർ റൈസ്, അവിടെ പ്രഷർ റൈസ് ഇൻ ദ ഇമ്പല്ലറാണ് ബൈ ടോട്ടൽ പ്രഷർ റൈസ് ഇൻ ദ കംപ്രസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇമ്പല്ലറിന് പകരം എന്താണ്? റോട്ടർ ബ്ലേഡാണ്. ഓക്കെ, പ്രഷർ റൈസ് ഇൻ ദ റോട്ടർ ബ്ലേഡ്. സപ്പോസ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഡിഫൈൻ ഡിഗ്രി ഓഫ് റിയാക്ഷൻ ഓഫ് ആക്സിയൽ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഇവിടെ റോട്ടർ ബ്ലേഡ് എന്ന് വേണം. ഇല്ല, ജനറലി ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്നാണ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നിങ്ങളത് എഴുതിയാൽ മതി. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഫ്ലോ കോയിഫിഷ്യൻ്റ് ഓഫ് ആക്സിയൽ കംപ്രസർ. നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ആണ് ഫ്ലോ കോയിഫിഷ്യൻ്റ്.
ഫ്ലോ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് റേഷ്യോ ഓഫ് ആക്സിയൽ ഫ്ലോ വെലോസിറ്റി ഓഫ് എയർ ബൈ ടാൻജൻഷ്യൽ ബ്ലേഡ് വെലോസിറ്റി ആണ്. ആക്സിയൽ ഫ്ലോ വെലോസിറ്റി ഓഫ് എയർ എന്ന് പറഞ്ഞാൽ വി എഫ് ബൈ ടാൻജൻഷ്യൽ ബ്ലേഡ് വെലോസിറ്റി യു. കാരണം ഇവിടെ VF1 ഈക്വൽ ടു VF2 ആണ്, U1 ഈക്വൽ ടു U2 ആണ്. VF1 ഈക്വൽ ടു VF2 ഈക്വൽ ടു VF എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, U1 ഈക്വൽ ടു U2 ഈക്വൽ ടു U എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഫ്ലോ കോയിഫിഷ്യൻ്റ് റെപ്രസെൻറ്റ് ചെയ്ത് φF എന്നാണ്. φF ഈക്വൽ ടു എന്താണ്? VF ബൈ U ആണ്. ഇക്വേഷൻ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് വർക്ക് കോയിഫിഷ്യൻ്റ്. വർക്ക് കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ വർക്ക് കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഹെഡ് കോയിഫിഷ്യൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ 5H എന്നാണ് പറയുന്നത്. അതിനെ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ആക്ച്വൽ വർക്ക് ഡൺ ഓൺ എയർ ബൈ കൈനറ്റിക് എനർജി കറസ്പോണ്ടിങ് ടു ദ മീൻ പെരിഫറൽ വെലോസിറ്റി ഓഫ് ദ ബ്ലേഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ മാത്രം മതി. ആക്ച്വൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ആക്ച്വൽ വർക്ക് ഡൺ ഓൺ ദ എയർ ബൈ കംപ്രസർ എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് തെർമോഡൈനാമിക് റിലേഷനിൽ നമ്മൾ എഴുതുമ്പോൾ MCP T2 മൈനസ് T1. നമ്മൾ വർക്ക് ഫാക്ടർ എന്നായിരുന്നു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ എഴുതിയത്. അതേപോലെയുള്ള ടേമാണ് ഇവിടെ ഇതെന്ത്? ഈ വർക്ക് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ MCP ഇൻറ്റു T2 മൈനസ് T1 ബൈ കൈനറ്റിക് എനർജി കറസ്പോണ്ടിങ് ടു പെരിഫറൽ ഹാഫ് MU². ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ദെൻ പ്രഷർ കോയിഫിഷ്യൻ്റ് ആണ്. പ്രഷർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ 5P എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റേഷ്യോ ഓഫ് ഐസെൻട്രോപിക് വർക്ക് ഡൺ ഓൺ ദ എയർ ബൈ കൈനറ്റിക് എനർജി കറസ്പോണ്ടിങ് ടു മീൻ പെരിഫറൽ വെലോസിറ്റി. ഐസെൻട്രോപിക് വർക്ക് ഡൺ ഓൺ എയർ എന്ന് പറയുമ്പോൾ ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചത് T2 മൈനസ് T1 ബൈ T2 മൈനസ് T1 ആണ് ഐസെൻട്രോപിക് എഫിഷ്യൻസി. അപ്പോൾ ഐസെൻട്രോപിക് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ MCP ഇൻറ്റു ഐസെൻട്രോപിക് എഫിഷ്യൻസി ഇൻറ്റു T2 മൈനസ് T1 ആണ്. അതേ ഡിവൈഡഡ് ബൈ ഹാഫ് MV² ആണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. പ്രഷർ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഇൻറ്റു ഇവിടെ ഈ ടേം നമ്മളെ വർക്ക് കോയിഫിഷ്യൻ്റ് ടേം ആയിട്ട് വരും. സോ പ്രഷർ കോയിഫിഷ്യൻ്റ് ഈക്വൽ ടു ഐസെൻട്രോപിക് എഫിഷ്യൻസി ഇൻറ്റു വർക്ക് കോയിഫിഷ്യൻ്റ് എന്ന് എഴുതാം. ക്ലിയർ? ഫ്ലോ കോയിഫിഷ്യൻ്റ് പറഞ്ഞതാണോ? ഫ്ലോ കോയിഫിഷ്യൻ്റ് പറഞ്ഞതാണല്ലോ. എന്താണ്? VF ബൈ U എന്നല്ലേ പറഞ്ഞ്? യെസ്. അതിന് വേറൊരു റിലേഷൻ കൂടിയുണ്ട്. ഫ്ലോ കോയിഫിഷ്യൻ്റ് നമ്മൾ സിമിട്രി ആണ് അല്ലേ? ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വെലോസിറ്റി എങ്കിൽ സിമിട്രി ആണ് നമ്മളെ ആക്സിയൽ ഫ്ലോ കംപ്രസറിൽ. അങ്ങനെ ആകുമ്പോൾ ആൽഫ ഈക്വൽ ടു 5. അത് ഞാൻ വരികയാണെങ്കിൽ പ്രോബ്ലത്തിൽ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പറയാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊന്ന് പറയാം. സോ ഇത്രയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ള ഒരു തിയറി പാർട്ടാണ്. ആ തിയറി പോർഷനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് ഡീൽ ചെയ്യാം. തിയറി പോർഷൻ എന്ന് പറഞ്ഞാൽ ആ തിയറി പോർഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത തിയറി പോർഷനാണ്. എന്തായാലും അതിൽ നിന്നൊരു തിയറി എന്തായാലും ചോദിക്കാറുണ്ട്. 3 തിയറി ക്വസ്റ്റ്യൻ ആണുള്ളത്. 3 തിയറിയിൽ നിന്ന് ഇതുവരെ ഒരു തിയറി എങ്കിലും 4 മാർക്ക് 5 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിന്. അതും കൂടി എടുത്താലേ നമ്മൾ ഈ മൊഡ്യൂൾ തീർന്നു. ദെൻ ഉള്ള ആക്സിയൽ ഫ്ലോ കംപ്രസറിലുള്ള പ്രോബ്ലമാണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇതാണ് റൂട്ട്സ് ബ്ലോവർ. ഓക്കെ, റൂട്ട്സ് ബ്ലോവർ എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ബ്ലോവറിൻ്റെ ചിത്രമാണിത്. റൂട്ട്സ് ബ്ലോവർ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് റോട്ടറി കംപ്രസറാണ്. റൂട്ട്സ് ബ്ലോവർ എന്നാണ് പറയണതെങ്കിൽ ഇതൊരു റോട്ടറി കംപ്രസറാണ്. ബ്ലോവർ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇതെന്താണ്? ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് റോട്ടറി കംപ്രസറാണ്. ഇതിനെ പറയുന്ന വേറൊരു പേരുണ്ട്, ലോബ് കംപ്രസർ എന്ന് കൂടി പറയും. റൂട്ട്സ് ബ്ലോവറിന് എന്തെന്ന് പറയും? ലോബ് കംപ്രസർ എന്ന് പറയും. കാരണം ഇത് ലോബാണ്. ഈ ലോബുകൾ യൂസ് ചെയ്തിട്ട് എന്താണ്? എയറിനെ കംപ്രസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എന്ത്? ലോബ് കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എയറിനെ കംപ്രസർ ചെയ്യാണ്. ബീയിങ് ട്രാപ്ഡ് ഇൻ സ്പേസ് ഫോംഡ് ബൈ 2 sets ഓഫ് എൻഗേജിങ് സർഫസസ് ആൻഡ് പ്രഷർ ഓഫ് എയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ബാക്ക് ഫ്ലോ. ഇപ്പോൾ ഇവിടെ ഈ 2 ലോബാണല്ലോ. ഈ ലോബുകൾ ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ ലോബിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്പേസിൽ എന്ത് ചെയ്യണം? എയറിനെ ട്രാപ്പ് ചെയ്യാണ് അല്ലേ? ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കാണുന്നത്. ഇതാണ് ഫസ്റ്റ്. ആദ്യം ഇവിടെ എയർ എൻ്റർ ചെയ്ത് ഇപ്പോൾ ലോബിൻ്റെ ഈ ഏരിയയിൽ ഈ സ്പേസിൽ എന്ത് ചെയ്യണം? എയറിനെ ട്രാപ്പ് ചെയ്തു. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ട്രാപ്പ് ചെയ്ത എയറിനെ എന്താണ്? ഇത് ക്യാരി ചെയ്തു. ദെൻ ഈ ലോബ് വീണ്ടും റൊട്ടേറ്റ് ചെയ്യപ്പോൾ എന്താണ്? ഇവിടെ ട്രാപ്പായിപ്പോയി. ഇവിടെ
ഈ സ്പേസിൽ ഒക്യുപ്പൈ ചെയ്ത എയർ എന്താണ് ഇവിടെ ട്രാപ്പാകുമ്പോൾ എന്താണ് ഇവിടെ ഒക്യുപ്പൈ ചെയ്ത എയറിനെ എന്താണ് ഇവിടെ കംപ്രസ് ചെയ്തു. ദെൻ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണ് ഇതിലൂടെ റിലീസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ? കംപ്രഷൻ ഓഫ് ഡിസ്ചാർജ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ചിത്രമാണ്. ചിത്രം വരയ്ക്കണം. ഇപ്പോൾ റൂട്ട്സ് ബ്ലോവർ ആണെങ്കിൽ 4 ചിത്രം വരയ്ക്കണം. കറക്റ്റ് ഓർഡറിൽ തന്നെ ഫസ്റ്റ് ദിസ് വൺ, കാരണം എയർ എൻട്രി ആണ്. ദെൻ എയറിനെ ട്രാപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്പേസിൽ എയറിനെ ട്രാപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ ഫുള്ളി ട്രാപ്ഡ് ആൻഡ് കംപ്രസ്ഡ് ആയി. ട്രാപ്ഡ് എയറിനെ ഇവിടെ കംപ്രസ് ചെയ്തു. ആ കംപ്രസ്ഡ് എയറിനെ എന്താണ് ഇവിടെ ഡിസ്ചാർജ് ചെയ്തു. അതാണ് നടക്കുന്നത്. ദെൻ ഇതിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോവർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സപ്ലൈ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് കമ്പാരിറ്റീവ്ലി ലോ പ്രഷറിൽ. അപ്പോൾ ഈ റൂട്ട്സ് ബ്ലോവർ എന്തിനാ പറഞ്ഞാൽ റൂട്ട്സ് ബ്ലോവർ എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ബ്ലോവർ ആണ്. അത് ലിമിറ്റഡ് ടു ഡെലിവറി പ്രഷർ ഓഫ് 1 bar ഇൻ എ സിംഗിൾ സ്റ്റേജ് ഡിസൈൻ ആൻഡ് അപ് ടു 2 bar ഇൻ എ 2 stage ഡിസൈൻ. ഓക്കെ, ഈ സ്റ്റേജസ് കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്സിയൽ ഫ്ലോ കംപ്രസറിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു മൾട്ടി സ്റ്റേജ് കംപ്രസറാണ് ആക്സിയൽ ഫ്ലോ കംപ്രസർ അല്ലേ. അത് ജനറലി അതിലുണ്ടാവുന്ന സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരു 5 മുതൽ 14 സ്റ്റേജസ് വരെ ഒരു കംപ്രസറിലുണ്ട്. മിനിമം ഒരു 5 സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചത് 3 ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ്. നിങ്ങൾ അതിൽ വരയ്ക്കുമ്പോൾ ഒരു 5 സ്റ്റേജ് ആക്കിയിട്ട് വരയ്ക്കണം. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയ പോയിന്റാണ്, അതുകൊണ്ടാണ് ഇതിലിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് വീണ്ടും റൂട്ട്സ് ബ്ലോവറിലേക്ക് വരാം. റൂട്ട്സ് ബ്ലോവർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ ബ്ലോവർ ആണെന്ന് പറഞ്ഞു. ലിമിറ്റഡ് ടു ഡെലിവറി പ്രഷർ ഓഫ് 1 bar ഇൻ എ സിംഗിൾ സ്റ്റേജ് ഡിസൈൻ അപ് ടു 2 bar. ഒരു 1 bar മുതൽ 2 bar വരെയുള്ള പ്രഷറിന് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ സ്റ്റേജിൽ 1 ബാറും 2 സ്റ്റേജിൽ 2 bar പ്രഷർ എന്ത് ചെയ്യാണ് നമ്മൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്ലോവറാണ് എന്ത് റൂട്ട്സ് ബ്ലോവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്ചാർജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1500 m3/min ആണ്. നോട്ട് ചെയ്യണം, ഇതൊക്കെയാണ് നിങ്ങൾ തിയറി എഴുതേണ്ടത്. ഇതിൻ്റെ റൂട്ട്സ് ബ്ലോവറിൻ്റെ ഡിസ്ചാർജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1500 m3/min ആണ്. ഇത് റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റൺ അപ് ടു 7000 RPM. ഓക്കെ, ദെൻ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് 2 ലോബ്സ് ഉണ്ട്. ഇത് കേസിംഗ് ഉണ്ട്. ദിസ് ഈസ് അവർ കേസിംഗ്. ഇതിനകത്ത് 2 ലോബ് ഉണ്ട്. ഒന്ന് ഡ്രൈവർ ആയിരിക്കും, മറ്റൊന്ന് ഡ്രിവൺ ആയിരിക്കും. ഓക്കെ, നമ്മൾ ലോ പമ്പ് പഠിച്ചിട്ടുണ്ട്, അതേ തന്നെയാണ്. ക്ലിയർ? ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ട് ചെയ്യുക. റൂട്ട്സ് ബ്ലോവർ ആർ യൂസ്ഡ് ഫോർ സ്കാവെഞ്ചിങ് ആൻഡ് സൂപ്പർ ചാർജിങ് ഓഫ് 2-stroke ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. 2-stroke ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ സ്കാവെഞ്ചിങ്ങിനും സൂപ്പർ ചാർജിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? റൂട്ട്സ് ബ്ലോവർ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് വേറെ യൂസ്ഡ് ഫോർ ലോ പ്രഷർ സപ്ലൈ ഓഫ് എയർ ഇൻ സ്റ്റീൽ ഫർണസസ്, സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സ്. അതായത് ലോ പ്രഷർ സപ്ലൈ ചെയ്യാനായിട്ട് ലോ പ്രഷർ സപ്ലൈ ഓഫ് എയറിന് വേണ്ടിയിട്ട് എന്താണ് റൂട്ട്സ് ബ്ലോവറാണ് യൂസ് ചെയ്യുന്നത്? എവിടെ? സ്റ്റീൽ ഫർണസസിലും സീവേജ് ഡിസ്പോസൽ പ്ലാന്റ്സിലും. ഓക്കെ, ഇതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതാണ് ലോബ്, കാണുന്ന ലോബാണ്. ഇൻലെറ്റ് പോർട്ട്, എക്സോസ്റ്റ് പോർട്ട്. ഈ ആനിമേഷൻ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക. വർക്കിംഗ് നോക്കുക. ഇതിലിപ്പോൾ 2 ഇൻലെറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. 2 സൈഡിൽ നിന്നുള്ള ഇൻലെറ്റാണ് കാണിച്ചിട്ടുള്ളത്. ഔട്ട്ലെറ്റാണ് മേലെ കൂടെ പോകുന്നത്. 2 സൈഡിൽ കൂടി ഇൻലെറ്റ് നടക്കുന്നുണ്ട്, മേലെ കൂടെ ഔട്ട്ലെറ്റ് പോകുന്നുണ്ട്. ഓക്കെ, ഇത് 3 ലോബാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് 2 ലോബാണ്, ഇവിടെ 3 ലോബാണ്. ഗിയർ വെച്ചിട്ട് ഡ്രൈവറാണ്. ഒന്ന് ഡ്രൈവറും ഒന്ന് ഡ്രിവണും ആണ്. എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിലൂടെ എയർ എടുക്കുകയാണ്. എയർ നേരെ വന്നു, ഇതിനകത്ത് വന്നു. അപ്പോൾ ഈ ടൈനി ഗ്യാപ്പിൽ വന്ന് ട്രാപ്പ് ചെയ്തു ഫോൺ ചെയ്യും.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ അടുത്താണ് നമ്മൾ വെയിൻ കംപ്രസർ. ഇമ്പോർട്ടൻ്റ് ആണ്. വെയിൻ കംപ്രസർ നമ്മൾ വെയിൻ പമ്പ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും. ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് റോട്ടറി കംപ്രസറാണ്. ഇതിൽ ആദ്യം തന്നെ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയുക. ഇത് 3000 RPM 3000 RPM വരെയാണ് ഇത് റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 3000 RPM ആണ്. ഇത് കോമൺലി യൂസ് ചെയ്യണത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡെലിവർ എയർ അപ് ടു 150 m³ ആണ്. 150 m³/minute അറ്റ് എ പ്രഷർ റേഷ്യോ അപ് ടു 8. പ്രഷർ റേഷ്യോ 8 വരെ എന്താണ് ഇതിന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഈ വെയിൻ ടൈപ്പ് കംപ്രസറിന് ലെസ് വർക്കാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. ലെസ് വർക്ക് ഇൻപുട്ടാണ് റിക്വയർഡ് ആസ് കമ്പയർഡ് ടു റൂട്ട്സ് ബ്ലോവർ ഫോർ സെയിം കപ്പാസിറ്റി ആൻഡ് സെയിം റേഷ്യോ. റൂട്ട്സ് ബ്ലോവറിൻ്റെ സെയിം കപ്പാസിറ്റിയും സെയിം പ്രഷർ റേഷ്യോ ഉള്ള ഇതിൻ്റെ അതേ കപ്പാസിറ്റിയും പ്രഷർ റേഷ്യോ ഉള്ള വെയിൻ കംപ്രസർ എടുക്കുകയാണെങ്കിൽ റൂട്ട്സ് ബ്ലോവറിനെക്കാളും എന്ത് മതി, റൂട്ട്സ് ബ്ലോവറിൽ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ടിനെക്കാളും കുറച്ച് മതി എന്ത് വെയിൻ കംപ്രസറിൽ. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ റോട്ടർ ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്, ദാറ്റ് ഈസ് ദിസ് വൺ. ഇതാണ് റോട്ടർ. റോട്ടർ എക്സെൻട്രിക്കലി ആണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എയർ ടൈറ്റ് സർക്കുലർ കേസിങ്. ഇതൊരു എയർ ടൈറ്റ് സർക്കുലർ കേസിംഗ് ആണ്. ദിസ് ഈസ് കേസിങ്. ഈ ഔട്ടറിൽ കാണുന്ന ഇതാണ് കേസിങ്. ഈ എയർ ടൈറ്റ് സർക്കുലർ കേസിങ്ങിൽ ഒരു റോട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സെൻട്രിക്കായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോട്ടറിൽ കൺസിസ്റ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ് സ്പ്രിംഗ് ലോഡഡ് വെയിൻസ്. ഇതാണ് റോട്ടറാണല്ലോ, ഇതല്ല റോട്ടർ പറഞ്ഞ്. ഇതിലാണ് ഈ ബ്ലാക്ക് കാണുന്നില്ലേ, ഇതാണ് എന്ത് സ്പ്രിംഗ് ലോഡഡ് വെയിൻസ്. ഈ ബ്ലാക്ക് ആണ് വെയിന്, ഇവിടെ ഈ സ്പ്രിംഗ് ആണ്, ഇത് സ്പ്രിംഗ് ആണ്. ഓക്കെ, സ്പ്രിംഗ് ലോഡഡ് വെയിൻസ് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലോട്ടാണ്, ഈ സ്ലോട്ടിലാണ് വെയിൻ ഉള്ളത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇൻലെറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പിൽ എയർ കയറി ഇതിങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ ഗ്യാപ്പ് കുറയുമ്പോൾ കംപ്രസ്ഡ് ആവുകയാണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് അതുകൊണ്ട് ഗ്യാപ്പ് കുറയും. ഇവിടെ കംപ്രസ് ചെയ്തെന്താണ് കംപ്രസ്ഡ് എയർ ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഏരിയയിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പോർഷനിലാണ് എന്ത് സെക്ഷൻ നടക്കുന്നത്. ദെൻ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പോർഷനിലാണ് എന്ത് നടക്കുന്നത്, കംപ്രഷൻ നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് വെയിൻ കംപ്രസർ എന്ന് പറയുകയാണെങ്കിൽ ഇത് സൂപ്പർ ചാർജിങ് ആണ്. ഇൻറ്റേർണൽ കംപ്രഷൻ എഞ്ചിന് സൂപ്പർ ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുപ്പോളോ ഫർണസിൽ എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെയിൻ കംപ്രസറാണ് യൂസ് ചെയ്യണത്. കൺസ്ട്രക്ഷൻ പർപ്പസിൽ പോർട്ടബിൾ കംപ്രസറായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വെയിൻ കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വെയിൻ കംപ്രസർ എത്തുന്നുള്ളൂ. ഇത് പെയർ പോണതാണ് കാണിക്കുന്നത്. യെസ്, എവിടെ നോക്കി, ഇതിപ്പോൾ എയർ ഇൻലെറ്റിൻ്റെ പോർഷനാണ് കാണിച്ചിട്ടുള്ളത്. വാൾവ് ഓപ്പണായി നമ്മൾ വെയിൻ കംപ്രസറിനകത്തോട്ട് പോയി. കണ്ടില്ലേ, റോട്ടർ ഉണ്ട്, എക്സെൻട്രിക് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സ്പ്രിംഗ് ലോഡഡ് വെയിൻസ് ഉണ്ട്. ഇത് സ്പ്രിംഗ് കാണിച്ചിട്ടുള്ള വെയിൻസ് ഉണ്ട്. ഇവിടെ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോട്ട് ഇവിടെ പോകുമ്പോൾ വെയിൻ അകത്തേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ലോട്ടിൽ ഇങ്ങനെ വെയിൻ താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അല്ലെ, മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിലാണ് ഇതിവിടെ ഏരിയ കുറയുണ്ട്. കേസിങ്ങും ഇവിടെയുള്ള ഏരിയ കുറയുണ്ട്. അവിടെ നിന്നാണ് കംപ്രസ് ചെയ്യുന്നത്. ആ റെഡ് ഇങ്ങനെ പോകണ കാണില്ലേ. ദെൻ ആ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ ആണ് എന്ത് അതിലൂടെ സപ്ലൈ ചെയ്തിരിക്കുന്നത്.
എയറിൻ്റെ ഇൻലെറ്റ് ബ്ലൂ കളറിലാണ്, കംപ്രസ്ഡ് ചെയ്തുള്ള റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ then finally screw compressor. സ്ക്രൂ കംപ്രസറോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് തീരുകയാണ്. പിന്നെ ആക്സൽ ഫ്ലോ എയർ കംപ്രസറിൻ്റെ പ്രോബ്ലം മാത്രം ചെയ്യണം, അത് അടുത്ത വീഡിയോയിൽ ചെയ്യണമായിരിക്കും. സ്ക്രൂ കംപ്രസർ എന്ന് പറഞ്ഞാൽ 2 സ്ക്രൂസാണ്. ഓക്കെ, ആ 2 സ്ക്രൂ ഇങ്ങനെ മെഷ് ചെയ്തിട്ടുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യണു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വാക്കം ക്രിയേറ്റ് ചെയ്യണു. വാക്കം ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് സക്ഷൻ നടക്കുകയാണ്. ഈ സ്ക്രൂവിൻ്റെ ഈ ഫ്ലൂട്ട് ഉണ്ടല്ലോ, ഇതിനെ ഫ്ലൂട്ട് എന്ന് പറയാം. ക്ലിയർ? ഇതിനകത്ത് എന്താണ്, ഈ ഗ്യാപ്പിൽ എയർ കയറിയിട്ടുണ്ടാവും. ദെൻ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കയറിയതിനെ നേരെ കംപ്രസ് ചെയ്ത് ആ ഗ്യാപ്പിൽ കിടന്ന് കംപ്രസ് ചെയ്ത് ഇതിലൂടെ കംപ്രസ്ഡ് എയറിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ ഈ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത് കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രസ് ചെയ്ത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്തതിലേക്ക് പോയി മേലെ പോയിട്ട് എന്ത് ചെയ്യുകയാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് റോട്ടറി എയർ കംപ്രസറാണിത്. ഏത് സ്ക്രൂ കംപ്രസർ എന്ന് പറയുന്നത്. ഇത് റെഫ്രിജറേഷനിലാണ് യൂസ് ചെയ്യുക. റെഫ്രിജറേഷൻ ഇൻഡസ്ട്രിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അമോണിയ, അതർ റെഫ്രിജറൻറ്റ് ഗ്യാസസ് ഉണ്ടല്ലോ, അത് കംപ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ചിലും വൈഡ് കപ്പാസിറ്റിയിലുമാണ് നമുക്കിവിടെ ഇതിൻ്റെ പ്രഷർ റേഷ്യോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 to 2000 മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. വിത്ത് ഡിസ്ചാർജ് പ്രഷർ അപ് ടു 10 ബാർ പ്രഷർ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ അപ്പോഴേ പറഞ്ഞത് റെഫ്രിജറേഷൻ ഇൻഡസ്ട്രിയിലാണ് ഇതിൻ്റെ യൂസ് ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ മൊഡ്യൂൾ 6. ഇനി ഇതിൻ്റെ പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂൾ 6 കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ.